മലയാളികൾ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം ദാരുണമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. രേണുവിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നത് രേണുവിൻ്റെ ഈ ഒരു അവസ്ഥയെപ്പറ്റി തന്നെയാണ്. ക്യാൻസർ രോഗത്തിന് വളരെയധികം ചികിത്സാ തുക വേണമെന്ന് എല്ലാവർക്കും അറിയാം. പ്രൊമോഷനിലൂടെയും ഉദ്ഘാടനങ്ങളിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകളിലൂടെയും തനിക്ക് പണം ലഭിക്കുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ രേണു ആ വഴിയിലൊക്കെ തന്നെയും തൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് തൻ്റെ നേട്ടങ്ങൾ കൊയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം ചികിത്സയ്ക്ക് മതിയായ പണം ലഭിക്കണമെങ്കിൽ വീഡിയോ തന്നെ പങ്കുവെച്ചെത്തുമെന്നായിരുന്നു രേണു പറഞ്ഞിരുന്നത്. എന്നാൽ കുറച്ചധികം ദിവസങ്ങളായി തന്നെ രേണുവിന് വീഡിയോ പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല. പ്രമോഷനുകൾക്കൊക്കെ പോകണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പ്രമോഷനൊക്കെ വേണമെന്ന് താൻ പലരോടും പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് ഡോക്ടർ അതിനൊന്നും ശ്രമിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ അതിൽ നിന്നും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് അതും ഒരു മാർഗമായി സ്വീകരിക്കാനാകുന്നില്ല. എല്ലാവരുടെയും സഹായം എത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ മതിയാകുന്നില്ല. വീട്ടിലെ ചിലവ്, മരുന്നിനുള്ള ചിലവ്, ചികിത്സാ ചിലവ്, അങ്ങനെ എല്ലാം തന്നെ ഇതിൽ കൂടി നിൽക്കുന്നുണ്ട്. എല്ലാം വളരെയധികം വേദനയാണ് എനിക്ക് നൽകുന്നത്. എല്ലാവരും പല രീതിയിലും എന്നെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. ആരും എന്നോട് പുറത്തിറങ്ങരുതെന്നും അത് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നത് തന്നെ വളരെയധികം കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്നുകൂടി പറയാം. പക്ഷെ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് വളരെയധികം തന്നെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എല്ലാവരും ഇപ്പോൾ രേണുവിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും രേണുവിനെ കുറിച്ച് അറിയുകയും ചെയ്യുന്നു. പ്രേക്ഷകരെല്ലാവരും വളരെയധികം കൃത്യമായി രേണുവിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട്. രേണുവിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കൂടെ നിൽക്കും. രേണുവിന് അങ്ങനെ ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്ന് തോന്നില്ല. പക്ഷെ പ്രൊമോഷനുകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ രേണുവിൻ്റെ ആരോഗ്യം വളരെയധികം കഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെല്ലാവരും ഈ ഒരു തീരുമാനത്തെ പറ്റി പറഞ്ഞത്. അത് വളരെയധികം തന്നെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് എന്നുകൂടി പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്നതുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ വളരെയധികം വൈറലാകുന്ന വാക്കുകളായി തന്നെ ഇത് മാറുന്നുണ്ട്. എല്ലാവരും രേണുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. രേണു ആരോഗ്യം ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കാതെ നമുക്കൊന്നിലും മുന്നോട്ട് പോകാനാകില്ലല്ലോ. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും അത് തന്നെയാണ് പറയുന്നത്. ഓരോ തവണയും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും രേണുവിൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് വളരെയധികം കഠിനമായി തന്നെ ചിന്തിക്കുന്നുണ്ട്. എല്ലാവർക്കും രേണു നല്ലതുപോലെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നുണ്ട്. വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് രേണുസുതി. ആ രേണുസുതിക്ക് തന്നെ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചപ്പോൾ അതെല്ലാവർക്കും വേദനയായി മാറി. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് മൂടിയിരുന്ന താരത്തിന് ഇപ്പോൾ ആശ്വാസം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പലരും താരത്തിനെ ഇപ്പോഴും മോശമായി തന്നെയാണ് ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്നാൽ അതൊക്കെ തനിക്ക് വിഷമമാക്കുന്നുണ്ടെങ്കിലും തനിക്ക് ഇപ്പോൾ പണം ലഭിക്കാത്തതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പണ്ട് പ്രൊമോഷനുകളൊക്കെ ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ പണത്തിന് കുഴപ്പമില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അത് ഇല്ലാത്തത് വളരെയധികം തന്നെ സങ്കടമാകുന്നുവെന്നും രേണുസുതി കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.